ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കുന്നവരെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെ ദൈവം വിളിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടതയിൽ, അവരോട് കാണിക്കുന്ന ക്രൂരതയിൽ അവരെ അവിടുന്ന് വിമോചിപ്പിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുവാനുമായി ദൈവം അവരെ മോശയിലൂടെ തിരിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ ചെന്ന് ഈജിപ്തിൽ ചെന്ന് ഫറവോയോട് പറയണം, എൻ്റെ ജനത്തെ എന്നെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വിട്ടുതരിക. മൂന്ന് അടയാളങ്ങൾ മോശ ചോദിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്ന് പറയാൻ ഞാൻ ആരാണ്? അപ്പോൾ ദൈവം മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ എന്തുണ്ട്? എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി നിലത്തിടുക. അത് സർപ്പമായി മാറി. മോശ സർപ്പത്തിന് മുമ്പിൽ നിന്ന് വഴിമാറി. ദൈവം പറഞ്ഞു, നീ ആ പാമ്പിൻ്റെ ആ സർപ്പത്തിൻ്റെ വാലിൽ പിടിക്കുക. അവൻ സർപ്പത്തെ പിടിച്ചപ്പോൾ അതൊരു വടിയായി, വീണ്ടും അത് വടിയായി മാറി. വീണ്ടും 3 അത്ഭുതങ്ങളാണ് അവിടെ സംഭവിക്കുക. രണ്ടാമതായി പറഞ്ഞത്, നിന്റെ കൈ നിന്റെ വക്ഷത്തിൽ വെക്കുക. ആ വക്ഷത്തിൽ വെച്ചു. നീ തിരിച്ചെടുക്കുക. അപ്പോൾ തിരിച്ചെടുത്തപ്പോൾ ആ കൈ കുഷ്ഠം ബാധിച്ച് മഞ്ഞ് കണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. വീണ്ടും ദൈവം പറഞ്ഞു, ആ കൈ വീണ്ടും വക്ഷത്തിൽ വെക്കുക. വക്ഷത്തിൽ വെച്ചു. കൈ തിരിച്ചെടുത്തപ്പോൾ അവൻ്റെ കുഷ്ഠം പൂർണ്ണമായി മാറി. മൂന്നാമത് ഒരു അത്ഭുതം കൂടി കാണിക്കുകയാണ്. നീ നൈൽ നദിയിൽ നിന്ന് ജലമെടുത്ത് കരയിലേക്ക് ഒഴുകിയ അത് രക്തവർണ്ണമായി മാറും. ഈ 3 അത്ഭുതങ്ങൾ ദൈവം മോശയ്ക്ക് കാണിച്ചു കൊടുത്തത്, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നുവെന്നും നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് നിനക്കും ആ ജനത്തിനും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം എന്നെ കാണുന്നുണ്ട്, ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന ശക്തമായ ഉറപ്പാണ്. അത് നിനക്ക് മാത്രമല്ല, നിന്നെ ദർശിക്കുന്നവർക്കും നിന്നെ കേൾക്കുന്നവർക്കും ദൈവം ഇന്നും ജീവിക്കുന്നവനാണ് എന്നൊരു തെളിവാണ്. ഇന്നും നിന്റെ പ്രശ്നങ്ങൾ കേൾക്കുവാനും ജനത്തിൻ്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് ജനത്തെ ആശ്വസിപ്പിക്കുന്നവനും രക്ഷയുടെ മാർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവനുമാണ് നമ്മുടെ ദൈവം. അയാൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നം ദൈവം കാണുന്നുണ്ട്. നിന്നെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം ഒരു പരിഹാരം കണ്ടെത്തും. ഒരു വ്യക്തിയിലൂടെ, ഒരു സ്ഥാപനത്തിലൂടെ, ഒരു ചില സാഹചര്യത്തിലൂടെ ദൈവം നിനക്ക് വേണ്ടി വഴിയൊരുക്കുന്നുണ്ട്. നിന്റെ വഴി അടഞ്ഞു പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. എന്നാൽ ആ വഴിയിൽ നിന്നെല്ലാം രക്ഷിക്കുവാൻ ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവം മോശയെ വിളിച്ചു. മോശ പുറപ്പെടുവാൻ വേണ്ടി മോശ പറഞ്ഞു, നീ എന്നോട് പറയുന്നതിന് മുമ്പേ എൻ്റെ വായ്ക്ക് ഘനമുള്ളതും എൻ്റെ നാവിന് കട്ടിയുള്ളതുമാണ്. എനിക്ക് സംസാരിക്കാനുള്ള പാഠവുമില്ല എന്നാണ് പറഞ്ഞത്. ദൈവം പറഞ്ഞു, ഇതെല്ലാം അന്ധനാക്കുന്നതും ചെവി കേൾക്കാത്തവനാക്കുന്നതുമല്ല ദൈവമല്ലേ. നിന്റെ കുറവുകളാണ് നീ മുൻപിൽ വെക്കുക. എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, എനിക്ക് ഒത്തിരി കുറവുകളുണ്ട്. അതെ, നിന്റെ കുറവുകളിലാണ് ദൈവം ഇടപെടുന്നത്. നിന്നിലൂടെ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ വേണ്ടി നിന്നെ ദൈവം വിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് പറയുവാൻ തയ്യാറാകണം. മോശ ചോദിച്ചു, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും, നിന്റെ പേരെന്താ? ഞാൻ ആയിരിക്കുന്നവനാണ്. അതെ, എന്നും ഒരേ അവസ്ഥയിലായിരിക്കുന്നവൻ, എന്നും നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവമാണ്. യാക്കോബിൻ്റെയും അബ്രാഹത്തിനെയും ഇസാക്കിനെയും യാക്കോബിൻ്റെ ദൈവമാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവമാണ്. ആ ദൈവം തന്നെയാണ് നമ്മുടെ പിതാവ്. പ്രൈസ് ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുവാൻ, അവനോടൊത്ത് ജീവിക്കുവാൻ തയ്യാറാകാം. നമ്മുടെ പ്രശ്നങ്ങൾ അവൻ നീതീകരിക്കും.
നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മുടെ ദൈവമാണ്. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി എന്ന് നമ്മൾക്ക് അധരത്തിൽ നിന്ന് സ്തുതികൾ ഉയരട്ടെ. ആമേൻ.